എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്ന ഷർട്ടഴിപ്പിക്കൽ ആചാരത്തെ പറ്റിയാണ്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നിർബന്ധപൂർവം ഷർട്ടഴിപ്പിക്കുന്നത് പലയിടങ്ങളിലും നമ്മൾ കാണാറുണ്ട്. ഇതുകൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടോ? ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണോ? തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നാം ഇവിടെ സാമാന്യമായി പരിശോധിക്കുക. നമുക്കറിയാം, ഉടുപ്പ് ഒരു വസ്ത്രമാണ്. എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്ന് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുക, നഗ്നത മറയ്ക്കുക. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് മനുഷ്യൻ പ്രധാനമായും വസ്ത്രം ഉപയോഗിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന തുണി അഴിപ്പിക്കൽ ആചാരത്തിന് വിധേയമാകുന്ന കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേയല്ല. പക്ഷേ ക്ഷേത്രത്തിൽ പോകുന്ന കുറേ മനുഷ്യർക്ക് അത് അപമാനകരവും നാണക്കേടും അനാവശ്യവുമായി അനുഭവപ്പെടാറുണ്ട്. ഈ തുണിയഴിപ്പിക്കൽ അഥവാ ഷർട്ട് ഊരിക്കലിൻ്റെ പിന്നിലുള്ള കാരണങ്ങളായി പലതരത്തിലുള്ള വാദഗതികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ പ്രധാനമായി നമ്മൾ കേൾക്കുന്ന കുറച്ച് വാദഗതികളെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്, ജാതി ബ്രാഹ്മണനാണോ എന്ന് പൂണൂൽ നോക്കി തിരിച്ചറിയാനുള്ള ഒരു ചെപ്പടി വിദ്യയായിട്ടാണ് ഷർട്ട് അഴിപ്പിക്കുന്നത് എന്ന ഒരു വാദം. 2, ഷർട്ടില്ലാതിരുന്ന കാലത്ത് ഷർട്ടില്ലാതെ തന്നെയായിരുന്നു ക്ഷേത്രത്തിൽ കയറിയിരുന്നത്. പിന്നെ ഷർട്ടിൻ്റെ ആവിർഭാവം വന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്തേക്ക് ആ മാറ്റത്തെ സ്വീകരിക്കാൻ പിന്തിരിപ്പൻ മനോവൃത്തിയുള്ള യാഥാസ്ഥിതികരായ ആളുകൾ അനുവദിച്ചില്ല എന്നത് മറ്റൊരു വാദം. മൂന്നാമത്, ഒരു ഭക്തൻ തൻ്റെ ആഡംബരവും പൊങ്ങച്ചവും അഹംബോധവുമൊക്കെ അഴിച്ചു കളയുന്നു എന്നതിൻ്റെ പ്രതീകമായാണ് തുണി അഴിക്കുന്നത് എന്നത് മറ്റൊരു വാദമാണ്. നാലാമത്തെ വാദഗതി, വിഗ്രഹത്തിൽ നിന്ന് വരുന്ന ചൈതന്യം പുരുഷന്മാരുടെ മാറിടത്തിലൂടെയാണ് ഊർജപ്രവാഹ രൂപത്തിൽ പ്രവേശിക്കുന്നത്. ഷർട്ടിട്ടാൽ ഹൃദയഭാഗം കവർ ചെയ്യുന്നത് കൊണ്ട് ദേവചൈതന്യം പുരുഷനിൽ പ്രവേശിക്കില്ല. അതുകൊണ്ട് ഷർട്ട് ഊരിയേ പറ്റൂ. ഇനി അടുത്ത വാദഗതി, ക്ഷേത്രത്തിന് ഓരോ നിയമമുണ്ട്, അത് പാലിച്ചേ മതിയാകൂ എന്നാണ്. ഇതൊക്കെയാണ് സാധാരണമായി നമ്മൾ കേൾക്കുന്ന വാദഗതികൾ. ഈ വാദഗതികളൊന്നും നിലനിൽക്കുന്നതല്ല. ഇവയൊക്കെ തികഞ്ഞ അസംബന്ധങ്ങൾ മാത്രമാണ്. അതെങ്ങനെയെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. പൂണൂൽ കെട്ടിയ ജാതി ബ്രാഹ്മണനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഏർപ്പാടാണെങ്കിൽ ആ വിവേചനത്തിൻ്റെ കാലഘട്ടം ഇന്ന് കഴിഞ്ഞു. ചാതുർവർണ്ണി വിവേചനമോ ജാതി വിവേചനമോ ഉച്ചനീചത്വമോ ഒക്കെ ഒരു കാലഘട്ടത്തിലെ മനുഷ്യരുടെ വിവരക്കേട് എന്നതിനപ്പുറം ഈ ആധുനിക ലോകത്ത് അതൊന്നും വിലപ്പോകില്ല. ഈ ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സും അഭിമാനവുമുള്ള സ്വതന്ത്ര പൗരന്മാരാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും ശൂദ്രനും ഒന്നും അവിടെ ഇല്ല. ഉള്ളത് തുല്യരായ പൗരന്മാർ മാത്രമാണ്. അതുകൊണ്ട് ഈ വാദഗതിയെ കണക്കിലെടുത്താൽ ഇന്ന് അതിൻ്റെ സ്ഥാനം ചവറ്റുകുട്ടയിൽ മാത്രമാണ്. ഇനി ഷർട്ടില്ലാതിരുന്ന കാലത്ത് മേൽവസ്ത്രം ഇല്ലാതെ തന്നെയായിരുന്നു ക്ഷേത്രത്തിൽ ആളുകൾ കയറിയിരുന്നത്. പിന്നെ ഷർട്ടിൻ്റെ ആവിർഭാവം വന്നപ്പോൾ ആ മാറ്റത്തെ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്തേക്ക് സ്വീകരിക്കാൻ പിന്തിരിപ്പൻ മനോവൃത്തിയുള്ള ആളുകൾ അനുവദിച്ചില്ല എന്നതാണ് വാദമെങ്കിൽ മാറ്റത്തെ അംഗീകരിക്കാതെ ഇനി മുമ്പോട്ട് പോകുക സാധ്യമല്ല. ഇന്ന് ക്ഷേത്രപ്രമാണമായ തന്ത്രസമുച്ചയത്തിൽ ഇല്ലാത്ത കരണ്ടും കമ്പ്യൂട്ടറും ക്യാമറയും ഗ്യാസ് അടുപ്പും ഗൂഗിൾ പേയും ഒക്കെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാമെങ്കിൽ ഷർട്ടിനെ മാത്രം അംഗീകരിക്കില്ല എന്ന് പറയുന്നത് വെറും ബാലിശമായ വിഡ്ഢിത്തം മാത്രമാണ്. അടുത്തത് നമ്മൾ പരിശോധിക്കുന്നത്, ഷർട്ട് അഴിച്ചു വയ്ക്കുന്നത് നമ്മുടെ പൊങ്ങച്ചത്തെയും ആഡംബരത്തെയും അഹംബോധത്തെയും അജ്ഞാനത്തെയും ഒക്കെ അഴിച്ചു വയ്ക്കുന്നു, ഉപേക്ഷിക്കുന്നു എന്ന അർത്ഥത്തിലാണെന്ന വാദഗതിയാണ്. ഇത് തികച്ചും യുക്തിരഹിതവും പ്രയോജനരഹിതവുമാണ്. തുണി അഴിക്കുന്നതിലൂടെ ആർക്കും ആധ്യാത്മികമായ യാതൊരു പുരോഗതിയും ഉണ്ടാകില്ല. മാത്രമല്ല, ഷർട്ട് ഊരിയതുകൊണ്ട് വിനയം, ദയാനുകമ്പ, കാരുണ്യം തുടങ്ങിയ ഗുണങ്ങളുണ്ടായ ഒരാളെ കോടിക്കണക്കിന് ഷർട്ടഴിച്ച് ക്ഷേത്രദർശനം നടത്തിയ ആളുകളുടെ ഇടയിൽ നിന്ന് ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ ആ വാദഗതി അവിടെ അവസാനിക്കും. പിന്നെ തുണി അഴിക്കുന്നതിലൂടെ അല്ല ആധ്യാത്മിക വളർച്ച ഉണ്ടാകുന്നത്. ജ്ഞാനാത് ഏവത് കൈവല്യം, അതായത് ജ്ഞാനം അഥവാ അറിവ് കൊണ്ട് മാത്രമാണ്
മോക്ഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നാണ് ഉപനിഷദ് ഋഷിമാരും നാരായണ ഗുരുവുമൊക്കെ ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി അടുത്ത വാദഗതി നോക്കാം. ദേവൻ്റെ ചൈതന്യം അഥവാ ശക്തി ബിംബത്തിൽ നിന്ന് ഊർജപ്രവാഹ രൂപത്തിൽ കടന്നു വന്ന് നമ്മുടെ ഹൃദയഭാഗത്തെത്തി ഉള്ളിലേക്ക് കടന്നു പോകും. അപ്പോൾ ഷർട്ടിട്ടാൽ ഈശ്വര ചൈതന്യം കടന്നു പോകുന്നതിന് ഒരു തടസ്സമായി ഷർട്ട് നിൽക്കും. അതായത് ചൈതന്യം ഷർട്ടിൽ ഇടിച്ച് മുന്നോട്ട് പോകാനാവാതെ അവിടെ നിൽക്കും. അതുകൊണ്ട് ആ ബ്ലോക്ക് മാറ്റി ഭക്തനിൽ എനർജി നിറയ്ക്കാനാണ് തുണി അഴിപ്പിക്കുന്നത്. അത് അന്ധവിശ്വാസമല്ല, മഹാശാസ്ത്രമാണ് എന്നൊക്കെ തട്ടിവിടുന്നത് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും. ഇതൊരു വിചിത്രമായ വാദമാണ്. ഈ വാദത്തെ കണക്കിലെടുത്താൽ ഒരു വലിയ നാണം കെട്ട പോരായ്മയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈശ്വര ചൈതന്യത്തെ തടുക്കാനുള്ള ശക്തി വെറും ഒരു പുഴു ഉണ്ടാക്കിയ നൂലിനുണ്ടെങ്കിൽ ചൈതന്യത്തെക്കാൾ ശക്തനാണ് നൂൽ എന്ന ദോഷം അവിടെ ഉണ്ടാകും. അപ്പോൾ ഈ വാദമുള്ളവർക്ക് ഈശ്വരനെ വിട്ട് ഈശ്വര ചൈതന്യത്തെ പോലും തടുക്കാൻ ശക്തിയുള്ള നൂലിനെ ആരാധിക്കുന്നതാണ് കൂടുതൽ ഉചിതം എന്ന ദോഷം വന്നുകൂടും. ഇനി മറ്റൊരു രസകരമായ വസ്തുത, കേരളത്തിന് പുറത്തുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും തുണി അഴിക്കാതെ തന്നെ ഉടുപ്പിട്ടുകൊണ്ട് പ്രവേശിക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്ന ഭക്തന്മാരുടെ മാറിടത്തിലേക്ക് ചൈതന്യം പ്രവേശിക്കുന്ന പരിപാടി അവിടെയൊന്നും ഇല്ലേ എന്നതാണ്. അതോ അവിടുത്തെ ഊർജം വളഞ്ഞ് സഞ്ചരിക്കുന്നത് കൊണ്ട് ഷർട്ടിനകത്ത് കടക്കുകയും കേരളത്തിലെ ഊർജം നേർരേഖയിൽ മാത്രം സഞ്ചരിക്കുന്നത് കൊണ്ട് ഷർട്ടിൽ ഇടിച്ച് നിൽക്കുകയും ചെയ്യുന്നു എന്നാണോ? ഭഗവത്ഗീത നമ്മോട് പറയുന്നു, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്തി ആപോ ന ശോഷയതി മാരുതഃ എന്ന്. അതായത് ഈ ചൈതന്യത്തെ ആയുധം കൊണ്ട് മുറിക്കാനാവുകയില്ല, അഗ്നി കൊണ്ട് ദഹിപ്പിക്കാനാകുകയില്ല, വെള്ളം കൊണ്ട് നനയ്ക്കാനാവുകയില്ല, കാറ്റുകൊണ്ട് ഉണക്കാനും ആകുകയില്ല. പക്ഷേ ഇവർ നമ്മോട് പറയുന്നു, ഈ ചൈതന്യത്തെ വെറും ഒരു പുഴു ഉണ്ടാക്കിയ നൂലിന് തടയാനാകുമെന്ന്. മഹാകഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ. ആലോചിച്ചാൽ വിഡ്ഢിത്തത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു വാദഗതിയാണിത്. ഇനി അടുത്ത വാദഗതി, ഓരോ ക്ഷേത്രത്തിനും ഓരോ നിയമമുണ്ട്, വേണ്ടതെന്തെന്ന് തന്ത്രി തീരുമാനിക്കും, അത് പാലിക്കുന്നവർ വന്നാൽ മതി എന്നൊക്കെയാണ്. ശരിയാണ്, ക്ഷേത്രത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഇപ്പോഴും കിടപ്പുണ്ട്, താഴ്ന്ന ജാതിക്കാരെന്ന് കരുതുന്നവരെ ക്ഷേത്രത്തിനകത്ത് പോയിട്ട് ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് പോലും കയറ്റരുത് എന്നൊക്കെ. ഒരു കാലത്ത് അതൊക്കെ ക്ഷേത്ര നിയമമായിരുന്നു, അത് ആളുകൾ പാലിച്ചിരുന്നു. പക്ഷേ കാലക്രമേണ ഈ മര്യാദഘട്ട ആചാരത്തെയൊക്കെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കി. അത്രയേ ഉള്ളൂ മര്യാദഘട്ട ആചാരങ്ങളുടെ ആയുസ്സും അതിൻ്റെ യുക്തികളും. മര്യാദഘട്ട കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തന്ത്രി പറഞ്ഞാലും മന്ത്രി പറഞ്ഞാലും ഇന്ന് അതൊന്നും വിലപ്പോകുകയില്ല. ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ക്ഷേത്രത്തിലാണല്ലോ ഷർട്ട് ഊരിപ്പിക്കൽ നടക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്രത്തെ പറ്റിയും അല്പം പരാമർശിക്കേണ്ടതുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നോക്കാം. ക്ഷേത്രത്തിൽ പ്രധാനം അവിടുത്തെ പ്രതിഷ്ഠിതമായ വിഗ്രഹമായിരിക്കും. വിഗ്രഹം എന്നതിൻ്റെ അർത്ഥം തന്നെ വിശേഷ രൂപത്തിൽ ഗ്രഹിപ്പിക്കുന്നത് എന്നാണ്. വിശേഷേണ എന്തിനെയാണ് ഗ്രഹിപ്പിക്കുന്നത്? പരമമായ സത്യത്തെ. അതായത് പരമമായ സത്യം എന്തോ അതിലേക്കാണ് ഓരോ വിഗ്രഹവും നമുക്ക് വിരൽ ചൂണ്ടിത്തരുന്നത് എന്നർത്ഥം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശബരിമലയിൽ അയ്യപ്പസ്വാമിക്ക് തൻ്റെ മുമ്പിൽ വരുന്ന ഓരോ ഭക്തനും നൽകാനുള്ള ഒരേ ഒരു ഉപദേശമായി തത്വമസി എന്ന് എഴുതി മുകളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈശ്വരസ്മരണയിൽ മുഴുകിയ ജിജ്ഞാസയുള്ള മനസ്സ് അടുത്ത പടിയായി ക്ഷേത്രത്തിലെ വിഗ്രഹം വിശേഷ രൂപത്തിൽ ഗ്രഹിപ്പിച്ചു തന്ന സത്യത്തെ അല്ലെങ്കിൽ തത്വമസിയെ അറിയാൻ ഒരു ഗുരുവിനെ സമീപിക്കുന്നു. ഗുരു അവനോട് ആത്മതത്വേനത് ബ്രഹ്മതത്വം, അല്ലെങ്കിൽ ആത്മതത്വത്തെ അറിയുക വഴിയാണ് ബ്രഹ്മതത്വത്തെ നിനക്ക് അറിയാൻ കഴിയുക എന്ന ഉപദേശവും കൊടുക്കുന്നു. ഒരു പരമമായ സത്യം തന്നെയാണ് നമ്മളും നമ്മൾ വസിക്കുന്ന ലോകവും എല്ലാമായിരിക്കുന്നത്. അതിനാൽ നമ്മിൽ ഓരോരുത്തരിലും പൊരുളായിരിക്കുന്നത്
ആ പരമമായ സത്യം തന്നെ ആയിരുന്നേ മതിയാകൂ. അതുകൊണ്ട് നമ്മിൽ തന്നെ ആ സത്യത്തെ കണ്ടെത്താനുള്ള വഴിയും ഗുരു പഠിപ്പിക്കുന്നു. ഇതാണ് ക്ഷേത്രങ്ങളിൽ തുടങ്ങി ഗുരുവിൽ അവസാനിക്കുന്ന ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ പ്രക്രിയ. ഈ കാഴ്ചപ്പാടിലാണ് സ്വാമി വിവേകാനന്ദനും പറഞ്ഞത്, ക്ഷേത്രത്തിൽ ജനിക്കാം, പക്ഷേ ക്ഷേത്രത്തിൽ മരിക്കരുത് എന്ന്. ഇനി ഇപ്രകാരം ഒരു പൂർണ്ണതയിലേക്കൊന്നും പോയില്ല എങ്കിൽ പോലും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അല്പനേരമെങ്കിലും നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും മനസ്സും മറ്റെല്ലാ വിഷയങ്ങളിൽ നിന്നും ഉള്ളിലേക്ക് തിരിച്ച് വേണ്ട വിധം ഈശ്വരസ്മരണയിൽ ആഴണം. ഈ പ്രക്രിയയെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രയോജനമായി സംഭവിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് തുണി അഴിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചിലരുടെ ശരീരം നല്ല തടിച്ചതാകാം, കുടവയറുള്ളതാകാം, ചർമ്മരോഗങ്ങളുള്ളതാകാം, തീരെ മെലിഞ്ഞതാകാം. ഏതു തരത്തിലുള്ള ആളായാലും തൻ്റെ ശരീരപ്രകൃതം തുറന്നു കാട്ടി മറ്റു മനുഷ്യരുടെ മുമ്പിൽ നഗ്നരായി നിൽക്കാൻ ഉറപ്പായും ഒരു നോർമലായ മനുഷ്യന് നാണക്കേടുണ്ടാകും. അയാൾക്ക് താൻ അപമാനിതനായതുപോലെ അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ അയാളുടെ ശ്രദ്ധ മുഴുവൻ ആരൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നു എന്നതിലേക്ക് തിരിയും. ചുരുക്കി പറഞ്ഞാൽ, ക്ഷേത്രത്തിനകത്ത് നിൽക്കുമ്പോൾ ഈശ്വരസ്മരണയിൽ നിൽക്കേണ്ട ഒരു ഭക്തൻ്റെ മനസ്സ് തൻ്റെ ശരീരബോധത്തിൽ പെട്ടുപോകുന്നു. ശരീരബോധം ഉണരുമ്പോൾ സ്വരൂപബോധം മറയുന്നു. ക്ഷേത്രദർശന ഉദ്ദേശത്തിൻ്റെ നേർവിപരീത ഫലമാണ് ഈ അനാചാരം കൊണ്ട് സംഭവിക്കുന്നത്. മാത്രമല്ല, ഈ ആചാരത്തോട് തീരെ യോജിക്കാൻ കഴിയാത്തവർ ക്ഷേത്രത്തിന് പുറത്തു നിന്ന് വെറുതെ കൈകൂപ്പി തൊഴുതു പോകേണ്ട അവസ്ഥയും ഉണ്ടാകുന്നു. അവിടെ ഭക്തന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആരാധന നടത്താനുള്ള മൗലികമായ അവകാശത്തെ പോലും തുണിയഴിപ്പിക്കലെന്ന അനാചാരം തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ തിക്കും തിരക്കുമുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ ശരീരമെല്ലാം വിയർത്ത് കുളിച്ചായിരിക്കും മനുഷ്യർ നിൽക്കുക. വിയർപ്പിൻ്റെ നാറ്റം. പിന്നെ മുട്ടി നിന്നാൽ അയാളുടെ ദേഹത്തെ വിയർപ്പ് മുഴുവൻ നമ്മുടെ ശരീരത്തിൽ പറ്റും. അതോടൊപ്പം വല്ല ചർമ്മരോഗങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളിലേക്ക് പകരാനുള്ള സാധ്യത വേറെ. ഇങ്ങനെ ദോഷങ്ങളല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണം പോലും എടുത്തു പറയാനില്ല. സത്യമോ സത്യാന്വേഷണമോ ജ്ഞാനമോ ഒന്നും വേഷഭൂഷാദികളെ ആശ്രയിച്ചല്ല എന്ന കാര്യം പറയുന്ന ഒരു ഭാഗം വെറുതെ സൂചിപ്പിക്കാം. ഉദാഹരണത്തിന്, ഒരു സന്യാസിയെ എടുത്താൽ അതിൻ്റെ ലക്ഷണമായി നമ്മൾ കാണുന്നത് കാഷായ വസ്ത്രവും മുണ്ഡനം ചെയ്ത തലയും ഭസ്മക്കുറിയും ഒക്കെ ധരിച്ച ഒരാളെയായിരിക്കും. എന്നാൽ ഗുരു നമ്മോട് പറയുന്നു, ഈ വേഷങ്ങളൊന്നുമല്ല സന്യാസത്തെ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ സന്യാസിയെ നിശ്ചയിക്കുന്നത്. ജ്ഞാനം മാത്രമാണ് സന്യാസത്തിൻ്റെ ലക്ഷണമെന്ന്. ആത്മാന്വേഷണത്തിൻ്റെ അത്യുന്നത പദമായ സന്യാസത്തിൽ പോലും വസ്ത്രത്തിനോ വേഷത്തിനോ യാതൊരുവിധ പ്രസക്തിയും ഇല്ല എന്ന് ഋഷി നമ്മോട് പറഞ്ഞു തരികയാണ്. നാരായണ ഗുരു തൻ്റെ ശിഷ്യന് സന്യാസം കൊടുക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും കരുതി തല മുണ്ഡനം ചെയ്ത് അദ്ദേഹത്തിന് കാഷായ വസ്ത്രം നൽകുമെന്ന്. പക്ഷേ ഗുരു സന്യാസവസ്ത്രമായി കോട്ടും സ്യൂട്ടും കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. കോട്ടും സ്യൂട്ടും ടൈയും കെട്ടിയ ഒരു സന്യാസിയെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? കഴിയണം. കഴിയുന്നില്ലെങ്കിൽ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പിന്തിരിപ്പൻ മനോവൃത്തി നമ്മളിലുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗുരു അദ്ദേഹത്തിന് കോട്ടും സ്യൂട്ടും സന്യാസവസ്ത്രമായി നൽകിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്യാസത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. ഇവിടെ മനുഷ്യരുടെ വസ്ത്രമോ ഭാഷയോ നിറമോ രാജ്യമോ ഒന്നും ഒരാളുടെ ആധ്യാത്മികതയെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ അന്വേഷണത്തിൻ്റെ ആദ്യപടിയായ ക്ഷേത്രത്തിൽ ഒരാൾ ചെല്ലുമ്പോൾ അയാൾ പൂർണ്ണ നഗ്നനായിരിക്കുന്നതോ ഷർട്ടൂരി അർദ്ധനഗ്നനായിരിക്കുന്നതോ ജീൻസ് ഇടുന്നതോ ടീഷർട്ട് ധരിക്കുന്നതോ ഒന്നും പരമമായ സത്യത്തെ അറിയുന്നതിന് യാതൊരു വിധത്തിലുള്ള സഹായകങ്ങളോ തടസ്സങ്ങളോ അല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെയിരിക്കെ അർദ്ധനഗ്നവേഷം നിർബന്ധമാണ് എന്ന് വാശി പിടിക്കുന്നതിലെ വിവരക്കേട് എത്രമാത്രമാണ് എന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ ചില ക്ഷേത്രങ്ങളിൽ പാൻസിൻ്റെയും ജീൻസിൻ്റെയും ഒക്കെ മുകളിലൂടെ നിർബന്ധിച്ച് മുണ്ടുടുപ്പിക്കുന്നത് കാണാം. ആലോചിച്ച് നോക്കൂ, ജീൻസിൻ്റെ മുകളിലൂടെ മുണ്ടുടുത്ത് വരുന്ന ഒരാളെ കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യന് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ദൈവത്തിന് അത് തിരിച്ചറിയാൻ കഴിയില്ല.
ജീൻസിൻ്റെ പുറത്തുകൂടി മുണ്ടുടുത്ത് പറ്റിക്കാം എന്നാണ് അത് ആചരിപ്പിക്കുന്നവരുടെ വിചാരം. ഇത്തരം നാണംകെട്ട ആചാരങ്ങൾ മാറ്റേണ്ട കാലം കഴിഞ്ഞു. ക്ഷേത്രത്തിൽ വരുമ്പോൾ കുളിച്ച് ശരീരശുദ്ധി വരുത്തി അലക്കി വൃത്തിയുള്ള ഏതു വസ്ത്രവും ധരിച്ചു വരുന്ന ഏതു മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, അയാളെ ക്ഷേത്രത്തിൽ തടയരുത്, വസ്ത്രാക്ഷേപം നടത്തരുത്. അത് ഈ ആധുനിക പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത ഒരു മര്യാദകേടാണ്. നാരായണഗുരു ലോകത്തുള്ള മനുഷ്യരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഏത് നിയമവും കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന്. ഏത് ആചാരവും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ആചരിക്കാൻ കഴിയുന്നതാകണം. ഇനി വേണമെങ്കിൽ പുതിയ ആചാരം സൃഷ്ടിക്കുകയും ചെയ്യാം. പക്ഷേ ഇതെല്ലാം തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു ഉരകല്ല് അല്ലെങ്കിൽ ഒരു മാനദണ്ഡം ഉണ്ടാകണം. എന്തായിരിക്കും അത്? ഏതാചാരവും അനുഷ്ഠാനവും അർത്ഥമുള്ളതും പരമമായ സത്യത്തിന് അഥവാ തത്വത്തിന് നിരക്കുന്നതും ആകണം. നാരായണഗുരു പറയും, ഒരുവനു നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിലാത്മവിരോധി ഓർത്തിടേണം എന്ന്. അതായത് എന്ത് ചെയ്താലും അതൊരാചാരമാകട്ടെ, അനുഷ്ഠാനമാകട്ടെ, ഇതര വ്യവഹാരമാകട്ടെ, ഒന്ന് ചെയ്യുമ്പോൾ ഒരാൾക്ക് സുഖവും മറ്റൊരാൾക്ക് മാനസികമായോ ശാരീരികമായോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതോ ആണ് എങ്കിൽ അത് ആത്മതത്വത്തിന് എതിരാണ്. അത് ചെയ്യരുത്, ആചരിക്കരുത് എന്ന് സാരം. ഇവിടെ ഷർട്ടഴിപ്പിക്കൽ എന്ന വസ്ത്രാക്ഷേപ ആചാരത്തിൽ അത് ചെയ്യിക്കുന്നവന് ഒരു അധമമായ സംതൃപ്തിയും ഈ ആചാരത്തിന് ഇരയാകുന്നവന് അപമാനവും സംഭവിക്കുന്നതിനോടൊപ്പം അവൻ്റെ ക്ഷേത്രദർശനത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം പോലും തടയപ്പെടുകയും ചെയ്യും എന്ന ദോഷമല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. ഈ കാരണത്താൽ ഈ തുണിയഴിപ്പിക്കൽ ആചാരം തികച്ചും ആത്മവിരോധിയായ തത്വവിരോധം തന്നെയാണ് എന്ന് മാത്രമല്ല, ഒരേ സമയം അനാചാരവും ദുരാചാരവും അപമാനകരവുമാണ്. ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്കിന്നത്തെ ആചാരമാകാം എന്ന് ആശാൻ പാടിയതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. ഇനി തുണി അഴിച്ച് തന്നെ കയറണം എന്ന് വാശി പിടിക്കുന്ന, കാര്യം മനസ്സിലാക്കാൻ തീരെ കഴിവില്ലാത്ത പിന്തിരിപ്പൻ മനസ്ഥിതിയുള്ളവർ തുണി അഴിച്ച് തന്നെ കയറിക്കോട്ടെ എന്ന് വെക്കുകയേ നിവൃത്തിയുള്ളൂ. പക്ഷേ അതിന് താല്പര്യമില്ലാത്തവരെ നിർബന്ധിച്ച് തുണി അഴിപ്പിക്കുന്ന രീതി പൂർണ്ണമായും എല്ലായിടത്തും ഒഴിവാക്കേണ്ടതാണ്. ക്ഷേത്രത്തിലെത്തുന്ന സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള, അന്തസ്സും സ്വാഭിമാനവുമുള്ള സ്വതന്ത്രരായ മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളെ അംഗീകരിച്ച് അപമാനിതരായി മുന്നോട്ടു പോകാനാവുകയില്ല. ആലോചനാശേഷിയും അറിവും ഇല്ലാത്ത കുറേ മൂഢന്മാർ കൊണ്ടു നടക്കുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങളെ ആരാധനാലയങ്ങൾ പോലുള്ള പൊതു ഇടങ്ങളിൽ പൊതു നിയമമായി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം.